Hey Cinephils, welcome back. Reintroducing Dan Srinivasan as a script writer. അജു വർഗീസ് ഉണ്ട്, രമേഷ് പിഷാരടി ഉണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഡാൻ ശ്രീനിവാസൻ്റെ ഒരു കോമഡി ഡ്രാമ മൂവി ആപ് കൈസേ ഹോ റിലീസിനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവരെല്ലാവരും ഓടി നടന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് പ്രൊമോട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളും സിനിമ കണ്ട് നോക്കുന്നുണ്ട്. ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ നിന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ റിവ്യൂയിലേക്ക് കാണാം. പടം കൊള്ളത്തില്ല. അല്ല, എന്നാലും ഒരു സീരിയസ് നിന്ന് പറ, കാര്യമായിട്ട് പറ. എങ്ങനെയുണ്ട് സത്യത്തിൽ? ഡാൻ്റെ സ്ഥിരം കുറേ പടങ്ങൾ ഇങ്ങനെ ഇറങ്ങി, സ്ഥിരം പടം പോലെ തന്നെ ഇപ്പോഴും കൊള്ളത്തില്ല, മോശമാണ്. ഒരു തുടക്കവും ഇല്ല, ഒരു എൻഡും ഇല്ല. എങ്ങനെയൊക്കെയോ തുടങ്ങി എങ്ങനെയൊക്കെയോ തീരുന്നൊരു പടം. തിയേറ്ററിൽ ഒന്ന് കാണാനുണ്ടോ അവര് ഡാനും അജു വർഗീസ് പിഷാരടി? അത് പിഷാരടിയൊക്കെ പിന്നെയും വലിയ കുഴപ്പമില്ല. ബാക്കി ക്ലീഷേ പടമാണ്. എന്താ പോരായ്മയായിട്ട് തോന്നിയത്? മൊത്തം പോരായ്മയാണ്. ശരി ശരി. തിയേറ്ററിൽ ഇറക്കാനുള്ള ഉണ്ടായിരുന്നോ? ഇല്ല. സ്ഥിരം പടം ഇറങ്ങുന്നതാണ്, അത് വെച്ച് കണ്ട് വല്ല മെച്ചമുണ്ടോ? കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. കോമഡി ഉണ്ടോ? കോമഡി വലിയ എന്നാലും കുഴപ്പമില്ല, ഉറങ്ങാതെ നമുക്ക് ഇരിക്കാം, അത്രേ ഉള്ളൂ. ഒരു തിരിച്ചു വരവാണോ? തിയേറ്റർ ഹിറ്റ് അടിക്കോ? ഇല്ല, അങ്ങനൊന്നുമില്ല, വെറുതെ ഒരു പടം അത്രേ ഉള്ളൂ. കൈസേ ഹോ കണ്ടിട്ട് ഡാന്റെ ഒരു കംബാക്ക് ആണോ പടം? എങ്ങനെയുണ്ട് ആപ് കൈസേ ഹോ? ഡാൻ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് മറ്റേ ലാഡ് ആൾക്കാർ, പിന്നെ അത് മാത്രമല്ല അതിനകത്ത് അജു വർഗീസ് പിഷാരടി ഇവിടുത്തെ കുറേ കോമഡി ക്യാരക്ടേഴ്സും ട്രെയിലറൊക്കെ കണ്ടാൽ പ്രതീക്ഷിച്ചു കുറച്ച് കോമഡി ആയിരിക്കും. അത്ര പ്രതീക്ഷയില്ല, പക്ഷേ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷയായിരുന്നു വന്നത്. പക്ഷേ ആ ഒരു പ്രതീക്ഷയില്ലാതെ തന്നെ ആക്കി സിനിമ വിട്ടിട്ടുണ്ട്. ഇതിലും ഭേദം ഇവരെ ഇൻ്റർവ്യൂ ഇവിടെ സ്ക്രീൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റ് ഇതിനകത്ത് ഉണ്ടായേനെ. അതുപോലെ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് ഒക്കെ എന്ന് വെച്ചാൽ ഒരു ഇന്നത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ഒരു എൻഗേജ്മെൻറ്റും ഇല്ല. കോമഡി ആണെങ്കിലും ഞാൻ കറക്റ്റ് എന്ന് വെച്ചാൽ ഒരു 4 സ്ഥലത്ത് ഞാൻ ചിരിച്ചിട്ടുണ്ട്. ആ സെക്കൻഡ് ഹാഫിൽ അജു വർഗീസും പിഷാരടി വന്ന ശേഷം അത് കോമഡി അല്ല, ഒരു നമ്മളെന്തായാലും എൻ്റർടൈൻമെൻറ്റ് മുഴുകണം എന്നുള്ള രീതിയിൽ 5 സ്ഥലം ചിരിച്ചെന്നല്ലാതെ ഒരു ഉപകാരമില്ലാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡാന്റെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റും പൂവറാണ്, ഡയറക്ഷനും പൂവറാണ്, ആക്ടിങ് ആണെങ്കിൽ പിന്നെ ഡാൻ്റെ ഫ്രണ്ട്സായിട്ട് വന്ന് അവരാണെങ്കിലും നല്ല വെറുപ്പീരായിട്ടാണ് തോന്നിയത്. പിന്നെ അജു വർഗീസും പിഷാരടി അവരായിട്ട് തന്നെ വന്നു, വലിയ ഇതൊന്നുമില്ല. ഡാൻ ശ്രീനിവാസന്റെ ഒരു കംബാക്ക് ആണോ? ബ്രോയിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ യൂട്യൂബ് തുറന്ന ഫുൾ ആപ്പ് കേസയുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളാണ്. അങ്ങനെ റെക്കമെൻഡേഷൻ വന്ന് അതിൻ്റെ ട്രailer ചുമ്മാ എടുത്ത് കണ്ട് അപ്പോൾ നല്ലൊരു ഫൺ എൻ്റർടൈൻമെൻ്റ് ആണെന്ന് വിചാരിച്ചാണ് സിനിമ കാണാൻ വന്നത്. പക്ഷെ ആ ഒരു നമ്മൾ എന്താണോ പ്രതീക്ഷ ആ ഒരു സംഭവം സെക്കൻഡ് ഹാഫിൽ പിഷാരടിയുടെ കോമഡീസൊക്കെ, പിഷാരടി അജു വർഗീസ് കോമ്പോയിൽ കുറച്ച് കോമഡീസൊക്കെ ചെറുതായിട്ട് അങ്ങും ഇങ്ങും ഒക്കെ വർക്കൗട്ട് ആയെന്ന് പറയാം. ബാക്കി ഫസ്റ്റ് ഹാഫ് എടുക്കുവാണെങ്കിൽ ഷോകോ ഫുള്ള് ഫ്ലാറ്റ് ആണ്. ഡയറക്ടറിന് എന്തോ മടി കാരണം ഫ്ലാറ്റ് ആണോ? ഫ്ലാറ്റിൽ ചുമ്മാ ഡയറക്ടർ ക്യാമറ വെച്ചിട്ട് അങ്ങ് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരു 4 ക്യാരക്ടർ ഒന്ന് ചുമ്മാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്, അതായിരുന്നു ഫസ്റ്റ് ഹാഫ് ഫുള്ള് കാണിച്ച. സെക്കൻഡ് ഹാഫ് പിന്നെ കുറച്ചൊരു ആശ്വാസം ഉണ്ടെന്ന് പറയാം. അജു വർഗീസ് പിഷാരടി കോമ്പോ കുറച്ച് സീൻസ് ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാം. എന്തായാലും ഇതിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ എത്ര എൻഗേജിങ് ആക്കി. സജസ്റ്റ് ചെയ്യോ? തിയേറ്റർ വാച്ച് പോയിട്ട് ഒരു OTT വാച്ചിന് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 1.25 മണിക്കൂർ സിനിമയുള്ളൂ. പക്ഷേ ഈ 1.25 മണിക്കൂറിനെക്കാളും കൂടുതൽ ഈ ഒരു സിനിമ നമ്മളായിട്ടങ്ങ് വലിച്ചഴയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു രാത്രിയിലെ കഥയാണ് സിനിമ പറയുന്നത്. പക്ഷേ എങ്കിലും ആ എൻഗേജിങ് ഒട്ടും തന്നെ സിനിമയില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോൺ നോക്കി ഈ സിനിമ എപ്പം ഇതിൻ്റെ ഇൻ്റർവെൽ ആവും ഇങ്ങനെ നോക്കിയിരുന്നു. പക്ഷെ എന്നിട്ട് ഒരുവിധം ഇൻ്റർവെൽ ആയത്. എന്തെങ്കിലും പുതുമയുള്ള പോസിറ്റീവായിട്ട് പറയാനുണ്ടോ? അവരൊരു എടുത്തൊരു എഫേർട്ടിന് എന്തെങ്കിലും പറയാനുണ്ടോ? അത് നമ്മളെ ഗില്ലിയിലെ വിജയുടെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് തിയേറ്ററിൽ ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. അപ്പോൾ ഡാൻ ശ്രീനിവാസന്റെ ആപ് കൈസേ ഹോ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇനി ഞാനിത് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്തിട്ട് ഈ സിനിമയുടെ കളക്ഷനെയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റിനെ ഇതൊന്നും ബാധിക്കണ്ട. സത്യം പറഞ്ഞാൽ ഇതിലും ഭേദം ഇവരുടെ വീണയായിട്ടുള്ള ഇൻ്റർവ്യൂയോ ഡാൻ്റെ മറ്റേ ട്രോൾ വീഡിയോ ഒക്കെ കാണുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ക്വാളിറ്റി എങ്കിലും ഇവർ ഈ സിനിമയ്ക്ക് കാണിച്ചിരുന്നെങ്കിൽ പോസിറ്റീവ് പറയാനായിട്ട് എന്തെങ്കിലും പറയായിരുന്നു. മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ള വേസ്റ്റ് പെർഫോമൻസ്, വേസ്റ്റ് സ്ക്രിപ്റ്റ്, വേസ്റ്റ് മേക്കിംഗ് എല്ലാം കൊണ്ടും ഇതൊരു 2 മണിക്കൂർ കഠിന തടവ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്കൊരു അപരാധമായിട്ട് എൻജോയ് ചെയ്യാൻ പോലുള്ള ഒരു ക്വാളിറ്റി ഈ ഒരു സിനിമയ്ക്കില്ല. പിന്നെ ഇവർ ഇത്ര കഷ്ടപ്പെട്ട് എടുത്തതാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും പോസിറ്റീവ് പറയാനാണെങ്കിൽ കഷ്ടപ്പാട് പോലും ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആകെ ഫസ്റ്റ് ഹാഫിലൊരു ഫ്ലാറ്റ്, രണ്ടാമത്തതിലൊരു പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അത് ഏതോ ഒരു കൊച്ചിയിലൊരു വീട്ടിൽ പോലീസ് എന്ന ബോർഡ് വെച്ചുള്ള സാധനമാണ്. പിന്നെ ഇതിലെ ആക്ടേഴ്സ് അവർ റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. എടുത്തു പറയാനൊരു മൊമെൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾ ഡാൻ്റെ ഒരു പടം എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ പോയി കാണാം.